ചാലക്കുടി ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വിആർപുരം നെടുമ്പക്കാരൻ വീട്ടിൽ ലിജു 48 മരിച്ചത്. കൊരട്ടിലെത്തിൻ പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം ശനിയാഴ്ച മുതൽ വീണ്ടും അടച്ചിടും. ഹെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായാണ് ഇപ്പോൾ പുഴപാലം അടയ്ക്കുന്നത്. പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായി 20 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 6 രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടി ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വിആർപുരം നെടുമ്പക്കാരൻ വീട്ടിൽ ലിജു 48 മരിച്ചത്. കൊരട്ടിലെത്തിൻ പള്ളിക്ക് സമീപം തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ഫ്രൂട്ട്സ് വിതരണക്കാരനായ ലിജു അന്നമനടയിലുള്ള കടകളിൽ വിതരണം ചെയ്ത് മടങ്ങുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. സ്കൂട്ടറിന് പിന്നിൽ ഇടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ ലിജുവിന്റെ ദേഹത്തിലൂടെ കണ്ടെയ്നർ കയറി ഇറങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം ശനിയാഴ്ച മുതൽ വീണ്ടും അടച്ചിടും. ഹെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായാണ് ഇപ്പോൾ പാലം അടയ്ക്കുന്നത്. പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായി 20 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. പാലം അടച്ചിടുന്നതോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സമാന്തര പാലത്തിലൂടെയായിരിക്കും കടത്തിവിടുക. 7 സ്പാനുകളിലായി 42 ബെയറിങ്ങുകളാണ് മാറ്റുന്നത്. ജാക്കി ലീവർ ഉപയോഗിച്ച് പാലത്തിന്റെ സ്പാൻ ഉയർത്തിയതിനു ശേഷമാണ് പുതിയ ബെയറിങ്ങുകൾ ഘടിപ്പിക്കുന്നത്. പാലം അടച്ചിടുന്നതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വേനൽ മഴ കനത്താൽ പ്രവൃത്തികൾക്ക് തടസ്സമാകും. സ്കൂൾ തുറക്കും മുമ്പേ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്ന തരത്തിലാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി മേഖലയിൽ വലിയ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാത ചാലക്കുടി മേഖലയിൽ മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതകളും കൊരട്ടിയിൽ മേൽപ്പാലവുമാണ് നിർമ്മിക്കുന്നത്. ചിറങ്ങരയിൽ ഇരുഭാഗത്തുകൂടിയും മുരിങ്ങൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള വശത്തിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കൊരട്ടിയിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൂണുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷീറ്റുകൾ തെന്നിമാറി കോൺക്രീറ്റ് പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തിരുന്നു. കൊരട്ടി മേഖലയിൽ കനത്ത ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചാലക്കുടി പുഴ പാലം അടച്ചിടുന്നതോടെ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. മീഡിയ ടൈം, ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശി തയ്യേരി വീട്ടിൽ പ്രതീഷ്, ശൂലംപറമ്പിൽ വീട്ടിൽ അനൂപ്, തയ്യേരി വീട്ടിൽ ലാലു മോഹൻ, തയ്യേരി വീട്ടിൽ അരുൺ എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ മെയ് 6 രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു. കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റവകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, SI അഭിലാഷ് T എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവ സമാപനത്തിന്റെ ഭാഗമായി ചാലക്കുടി പുഴയിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. കുടപ്പുഴ കടവിന്റെ ദേവന്റെ വിഗ്രഹവുമായി ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ഋഷികേശ് നമ്പൂരിയും സംഘവും ആറാട്ട് മുങ്ങി. 2ാം വട്ടം മുങ്ങലിൽ ആർപ്പുവിളികളുമായി 100 കണക്കിന് ഭക്തരും പങ്കെടുത്തു. നേരത്തെ കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആറാട്ട് പൂജകൾ നടന്നു.
മഞ്ഞൾ, കളഭം എന്നിവ ഭഗവാന്റെ തിടമ്പിൽ ചാർത്ത് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാൽനടയായി ആറാട്ട് സംഘം എത്തി. ആദ്യം കൂടപ്പുഴ മനയിൽ ഇറക്കിപ്പൂജ നടത്തിയ ശേഷമാണ് ആറാട്ട് കടവിലേക്ക് നീങ്ങിയത്. ആറാട്ടിനു ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആറാട്ട് കഞ്ഞിയും വിതരണം ചെയ്തു. മുതിരപ്പുഴുക്ക്, മാമ്പഴക്കാളൻ, ചെത്തുമാങ്ങ, പപ്പടം, ശർക്കര, തേങ്ങാപ്പൂള് എന്നിവയായിരുന്നു കഞ്ഞിക്ക് വിഭവങ്ങൾ. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ബോർഡ് അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിദം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, ഡോക്ടർ രാജേഷ് ബിന്ദു എന്നിവർ ആറാട്ടിനെത്തിയിരുന്നു. കേരള NGO അസോസിയേഷൻ 51ാമത് ബ്രാഞ്ച് സമ്മേളനം നടന്നു. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ES ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ്, VM ഷൈൻ. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം NGO ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമറുദ്ദീൻ, DCC മെമ്പർ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള 39ാമത് വാർഷിക സമ്മേളനവും 108ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറും സെസ്റ്റ് 26 എന്ന പേരിൽ മെയ് 9, 10 തീയതികളിൽ ദ ഡോക്ടർ ധനപാൽ നഗർ, ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. 9 ശനിയാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനം ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്യും. 10 നടക്കുന്ന സംസ്ഥാന ശാസ്ത്ര സെമിനാർ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷത വഹിക്കും. മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ഡോക്ടർ NK ജയറാം അവാർഡിനർഹനായ ഡോക്ടർ KN സന്തോഷ് കുമാർ, IHK മീഡിയ അവാർഡിനർഹരായ കേരള കൗമുദി ക്ലബ് FM ഡോക്ടർ രാജേഷ് കുമാർ യൂട്യൂബർ തുടങ്ങിയവർക്കും വിവിധ സംസ്ഥാന പുരസ്കാര ജേതാക്കൾക്കും ലോക ഹോമിയോപ്പതി ദിന മത്സര വിജയികൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറും. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ സംസ്ഥാന ശാസ്ത്ര സെമിനാറിൽ പങ്കെടുക്കുമെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ്, സംസ്ഥാന ട്രഷറർ ഡോക്ടർ ഹരി വിശ്വജിത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ MR മൃദുൽ, സെമിനാർ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TL സുനിൽ കുമാർ, കൺവീനർ ഡോക്ടർ സരിൻ, ഡോക്ടർ KP സന്തോഷ് കുമാർ, ഡോക്ടർ ജോസ് MI തുടങ്ങിയവർ അറിയിച്ചു. വ്യാപാര വ്യവസായ ഏകോപന സമിതി ചന്ദ്രാപ്പനി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പൊതുയോഗം സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PS അഖിലേഷ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി MU ഉമറുൽ ഫാറൂഖ്, ഏക എക്സിക്യൂട്ടീവ് അംഗം സുനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PS അഖിലേഷിനെയും പ്രസിഡന്റായി MU ഉമറുൽ ഫാറൂഖിനെ, ജനറൽ സെക്രട്ടറിയായും ബഷീർ പള്ളിപ്പറമ്പലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. കൺവീനർ PT മുഹദ്ദലി, സെക്രട്ടറി PA മുഹമ്മദ്, സ്വാഗത സംഘം ട്രഷറർ PM ഉസ്മാൻ ഹാജി, മദ്രസ സെക്രട്ടറി TA നൌഷാദ്, അനസ് അബൂബക്കർ, PM സൈനുദ്ദീൻ, ഷിയാസ് വനിത എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മകാം സിയാറത്തിന് മഹൽ ഖത്തീബ് അബൂബക്കർ സഅദി കക്കടിപ്പുറം, ഉസ്മാൻ സഖാഫി കാരക്കാട്, അഹമ്മദ് അബ്ദുറഹ്മാൻ അസ്ഹനി എന്നിവർ നേതൃത്വം നൽകി. രാത്രി 7-ന് മൗലിദ് സദസ് നടക്കും. ശനിയാഴ്ച രാത്രി 7:30 നടക്കുന്ന ആത്മീയ മജ്ലിസ് മുഹമ്മദ് സൈജിർ ഫൈസി പെരുമ്പാവൂർ ഉദ്ഘാടനം ചെയ്യും. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് സഫുദ്ദീൻ തങ്ങൾ അൽ ഗുബാരി മൂവാറ്റുപുഴ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മൗലിദ് പാരായണം, രാവിലെ 10:30 മുതൽ 12:30 വരെ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. രാത്രി 7:30 നടക്കുന്ന ഗത്തം ദുവ മജ്ലിസ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്യും. ഹംസ ഫിസ്ബാഹി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തും. ഷൈഖുന അബ്ദു ഉസ്താദ് താനാളൂർ ഗത്തം ദുവ മജ്ലിസിന് നേതൃത്വം നൽകും. ബയ്യാർ തങ്ങൾ ദുവ സമ്മേളനത്തിന് നേതൃത്വം നൽകും. കൂഴൂർ സ്വദേശിയായ സേതുമോന്റെ വീട്ടിലെ ഷെഡിലെ ഗ്രില്ലിൽ കുടുങ്ങിയ പൂച്ചയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രി ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പൂച്ചയെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് ബാംഗ്ലൂരിലായിരുന്ന വീട്ടുടമ സേതുമോൻ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു.
സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഗ്രിൽ കട്ട് ചെയ്ത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പൂച്ചയെ സുരക്ഷിതമായി പുറത്തെടുത്തു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഗുരുദേവ ക്ഷേത്രത്തിന്റെ കട്ടിള സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം ശാന്തിമാരായ ബിജു നാരായണൻ, കുട്ടിശാന്തി, അനുശാന്തി, ബിജുശാന്തി, മഹേഷ് ശാന്തി, കുമരേശൻ ശാന്തി, ആചാര്യൻ മധു എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സഭാ പ്രസിഡന്റ് ചെന്താമരാക്ഷൻ മാസ്റ്റർ നിർവഹിച്ചു. സെക്രട്ടറി ജ്യോതിർമയൻ, ട്രഷറർ IL ബൈജു തലാപ്പള്ളി, സന്തോഷ് VS, GB M അജേഷ്, ജയസിംഹൻ, VS രാജേഷ്, ശിവജി നെടുമുറി, KS വിനോദ്, സുഗതൻ, മറ്റു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ PK രവീന്ദ്രൻ, ദിനിൽ മാധവ്, OA ദിനകരൻ, മാത്യു സമിതി അംഗങ്ങൾ, SNDP ഭാരവാഹികൾ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള തൻകുളം മീപ്പാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ചടങ്ങ് നടന്നു. കാരച്ചിറ്റേഴത്ത് മനോജ് നന്ദിപുലം, രതീശൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സാങ്കേതികമായിട്ടുള്ള ഭഗവാന്റെയും ദേവതമാരുടെയും സമൃദ്ധിയായി കാലപ്രയാഗം പ്രാർത്ഥിച്ചു വെച്ച മംഗള പ്രശ്നം ക്രിസ്തുസ് 2 വർഷം 1201 മേടമാസം 25-ാം തീയതി 2026 ഈ മാസം 8-ാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തി 14:57 നാളുകൾ ചെന്നപ്പോൾ മകരക്കൂടി മിഥുനം രാശി ഉദയസമയം, വൃശ്ചികം രാശി സ്വർണ്ണാരൂഢം, സ്വർണ്ണം പുഷ്പാക്ഷരം അത്യാരോഹാരി മലർന്ന് വായുകോണപ്പുഴ വൃശ്ചികമാംസുരം മൃതമാന്യങ്ങൾ. ഗോതൻ നമ്പൂരി, നാരായണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വിആർപുരം നെടുമ്പക്കാരൻ വീട്ടിൽ ലിജു 48 മരിച്ചത്. കൊരട്ടിലെത്തിൻ പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം ശനിയാഴ്ച മുതൽ വീണ്ടും അടച്ചിടും. ഹെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായാണ് ഇപ്പോൾ പുഴപാലം അടയ്ക്കുന്നത്. പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായി 20 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 6 രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.